ക്യൂട്ടീസ്, അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്ലേ കൊണ്ടൊന്നും ഉണ്ടാക്കുന്നത് ലബുബൂനെയാണ് കേട്ടോ. ക്രീപ്പിയെ ക്യൂട്ടിയാക്കാൻ ശ്രമിക്കുകയാണ്, എത്ര മാത്രമാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ലബുവിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടാൽ ക്രീപ്പിയാന്ന് തോന്നുന്ന ടോയ് ആണെങ്കിലും അവൻ കണ്ടാൽ ക്യൂട്ടിയായിട്ടാണ് നമ്മൾ തോന്നുന്നത്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് സ്നേഹം തോന്നും. അപ്പോൾ ഇത് ഞാൻ ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന കുറേ പ്രാവശ്യമായിട്ട് പിള്ളേർ പറയുന്നില്ലേ, പക്ഷേ ഞാൻ ഉണ്ടാക്കിയില്ല. എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട്, നമ്മുടെ ഓർമ്മയുണ്ടോ, നമ്മുടെ പുള്ളിക്കാരനെ എലിക്കിനെ ഉണ്ടാക്കി, എനിക്കൊന്ന് എല്ലാവരും എലിക്ക് അത് കഴിഞ്ഞ് ഉണ്ടാക്കി. പക്ഷേ എന്നാലും ഞാൻ ക്ലേ കൊണ്ട് ആദ്യം ഉണ്ടാക്കിയ ശേഷം അതും കൈയും കാലും തലയൊക്കെ അനക്കുന്ന എലിക്കായിരുന്നു. എന്നിട്ട് വേണ്ടത്ര റീച്ച് കിട്ടാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിപ്പോയി കേട്ടോ. എന്നെ മനസ്സ് മടുപ്പിക്കുന്നൊരു ഇതില്ലേ, ആ ഒരു സിറ്റുവേഷൻ വന്നായിരുന്നു. അപ്പോൾ എന്തിനാണ് പിന്നെ ലബുവിന് നേരത്തെ ഉണ്ടാക്കാമായിരുന്നു ലബുവിന്, പക്ഷേ ഉണ്ടാക്കുന്ന എന്തിനാണ്, വെറുതെ നമുക്ക് കുറച്ച് ലൈക്കേ കിട്ടത്തുള്ളൂ, റീച്ചും കിട്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ് ഉണ്ടാക്കി എല്ലാവർക്കും നല്ല റീച്ച് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് സങ്കടമായിപ്പോയി. ഇപ്പം വേണ്ടാന്ന് വെച്ചിരുന്ന ഒരു ക്രാഫ്റ്റാണ്. പിന്നെ നിങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്ന ഒരു മോശമല്ലേ എന്ന് വെച്ച് ഉണ്ടാക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിനെ റീച്ച് എത്തിക്കുന്ന പരിപാടി നിങ്ങൾക്കാണ്. എത്ര നമ്മൾ കഷ്ടപ്പെട്ടാണെന്ന് ഈ സാധനം കുറച്ച് മണിക്കൂർ എടുക്കും ഇതൊക്കെ എടുത്ത് ഉണ്ടാക്കി ഉണക്കി കളർ അടിച്ച് വരുമ്പം. അപ്പം ഞാൻ അതിനെ ലബുവിന് കൈയും കാലും ഒക്കെ വരച്ച് ഉണ്ടാക്കുവാണ്. അറിയാമല്ലോ, ലബുവിന് ഇത്ര വലിയ സുന്ദരമൊന്നും ആക്കണ്ട, പക്ഷേ അല്ലാതെ തന്നെ ക്രീപ്പി ആയിട്ടിരിക്കുന്ന സാധനമാണ്. അതിനെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. സോയിൽക്കളൊക്കെ കൊണ്ട് ഉണ്ടാക്കുമ്പം ഇച്ചിരി നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ വ്യത്യാസമൊക്കെ വരും, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം അതിനെ നമ്മൾ ബോഡി ഉണ്ടാക്കി, പിന്നെ ഞാൻ തലയും കൈയും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കൈയൊക്കെ ഇച്ചിരി കുഞ്ഞനാണ്, കാരണം ഒരു മുള്ളം പന്നിയെ പോലെയാണ് സാധാരണ അതിൻ്റെ ദേഹമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു ഹോള് പോലെ ഉണ്ടാക്കിയിട്ടാണ് കൈയും കാലും ഒക്കെ ഫിറ്റ് ചെയ്യുന്നത്. അതായത് അതിനകത്ത് തന്നെ ഉറച്ചിരുന്നോട്ടെന്ന് വെച്ചാൽ, അപ്പോൾ ഇളകി പോകാതിരിക്കാൻ വേണ്ടി. നമ്മുടെ എലിക്കും കൂടെ ഉണ്ടാക്കില്ല, എലിക്കിനൊരു കൂട്ടുകാരനായിരിക്കുകയും ചെയ്തിരിക്കട്ടെന്ന് വെച്ചു കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ക്രാഫ്റ്റുകൾ ലോങ് ആയിട്ട് ഇടാത്തതിന് കാരണം നിങ്ങൾ ഇത് റീച്ച് എത്താത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര സങ്കടം വരും. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം ഒരു ലൈക്കും ഇല്ല. അത് കഴിഞ്ഞ് ചെയ്യുന്നവർക്ക് കുറേ ലൈക്കും കുറേ വ്യൂ ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടിന് ഒരു വിലയില്ലാത്ത പോലെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ മനസ്സിച്ചിട്ട് മടുത്ത് പോയായിരുന്നു അത് കണ്ടപ്പം. അതുകൊണ്ടാണ് പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുവാണേ. അപ്പോൾ കൈയും കാലും ഇരിക്കുന്ന നമ്മുടെ ലബുബൂനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലബുബുവിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഇതൊരു ഹൊറർ ടോയ് ആയിട്ട് ഉണ്ടാക്കിയതെങ്കിലും ഇതിൻ്റെ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും ട്രെൻഡൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി മടുത്ത് കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാരമില്ല, ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കട്ടെ എന്ന് വിചാരിക്കട്ടെ അല്ലേ. അപ്പോൾ അവൻ്റെ കൈയൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ ഈ മുള്ളമ്പന്തിയുടെ കൈ പോലെയാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൈയും കാലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്ത്. ഇത് വെച്ച് ഒരു 1.5 ദിവസം ഞാൻ ഉണക്കാൻ വെച്ചത്. അതിന് ശേഷമാണ് പിന്നെ കളറൊക്കെ അടിച്ചത്. അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പം അതിന് നമ്മൾ കാലിൻ്റെ ഒക്കെ ഈ ക്ലേ ഉണ്ടാക്കാൻ നമ്മൾ ഇച്ചിരി കുത്ത് വെക്കുവാണെങ്കിൽ അത് നമ്മൾ ഒന്നും ഒട്ടാതെ തന്നെ അത് ഒട്ടിപ്പിടിച്ചോളും കേട്ടോ. അല്ലെങ്കിൽ അത് നമ്മുടെ ഈ ക്രാക്ക് വീണുമ്പോൾ കൈ ഇച്ചിരി ചളങ്ങി പോയിരിക്കുന്നു, പക്ഷേ ശരിയാക്കിക്കോളും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ 2 കാലും കയ്യും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഇതിൻ്റെ കാല് കാണുമ്പോൾ ഒരു താറാവിൻ്റെ കാല് പോലെ ഇരിക്കുന്നല്ലേ. മുഖമൊക്കെ ഏകദേശമൊക്കെ പിന്നെ നമ്മൾ മിനുസപ്പെടുത്തിയൊക്കെ വെക്കുവാണ്. മുഖത്തിനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കണ്ണും എൻ്റെ പല്ലുമൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ കണ്ണും ഇങ്ങനെ എല്ലാം ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം കണ്ണുകൊണ്ട് ഉണ്ടാക്കി വെക്കുവാണ്. കാരണം ഇതിപ്പം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ് ഇത് കട്ടയായി പോയാൽ പിന്നെ ഇത് ഞാൻ രാവിലെ ഒരു ദിവസം കൊണ്ട് ഇരുന്നാണ് ഉണ്ടാക്കേണ്ടി വന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു പ്രാവശ്യം ഇരുന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോകാൻ പറ്റിയ ക്രാഫ്റ്റ് അല്ല ഈ ക്ലേ കൊണ്ടുള്ള ക്രാഫ്റ്റ്. കാരണം അത് ഉണങ്ങിപ്പോയാൽ പിന്നെ നമ്മുടെ എല്ലാ പരിപാടിയും പൊളിയും അല്ലേ. അപ്പം നിങ്ങൾക്ക് എലിക്കിനെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഉയർത്തിനെ ഇഷ്ടപ്പെടുന്നവർ കുറേ പേരൊക്കെ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് ഫുള്ള് കാണാത്തത് കൊണ്ട് നമ്മൾ ആദ്യം കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഹാഫ് കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ലാസ്റ്റിലോട്ട് പോകുമ്പം നമ്മുടെ അത് വീഡിയോ റീച്ച് എത്താതെ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഉണ്ടാക്കാതിരുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യൂട്ടീസ് അല്ലേ, അപ്പോൾ ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ അവൻ്റെ പിരിയവും കണ്ണും ഒക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ അവൻ്റെ കുഞ്ഞൻ മൂക്കനും ഉണ്ടാക്കി വെക്കുകയാണ്. ഇനിയാണ് അവൻ്റെ ഏറ്റവും മെയിനായിട്ടിരിക്കുന്ന അവൻ്റെ പല്ല കേട്ടോ. കണ്ടാൽ ഇങ്ങനെ എന്താ വിട്ട് കയറിയ പോലെ ഇവിടം വരെ നമുക്കൊക്കെ 32 പല്ലുള്ള എനിക്കൊന്ന് കുറേ എക്സ്ട്രാ പല്ലുണ്ടെന്ന് തോന്നുന്നത്. പിന്നെ ഏറ്റവും പ്രയാസപ്പെട്ട പണി ഇവൻ്റെ മുകളിൽ ഫർ പോലെ ഇങ്ങനെ കുത്തുള്ളത്. അപ്പോൾ ഞാൻ കുറേ നേരം കുത്തി തന്നെ ആദ്യം കമ്പുകൊണ്ട് കുത്തി, പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി കത്തി കൊണ്ട് കുത്തി വെക്കുകയാണ്. പിന്നെ അതിന് മുമ്പ് ഞാൻ വിചാരിച്ച ആദ്യം കുത്തുന്നതിന് മുമ്പ് അവൻ്റെ ചെവിയും കൂടെ ഒക്കെ ഫിറ്റ് ചെയ്തേക്കാം, പിന്നെ ഒന്നിച്ചങ്ങ് കുത്താമല്ലോ. അവൻ്റെ കുത്തി എനിക്ക് തോന്നുന്നു എൻ്റെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ കുത്ത് വീണത് ആദ്യത്തെ ഒരു പാവ ഇവനായിരിക്കില്ലേ. സാധാരണ എല്ലാവരും മിനുസപ്പെട്ട പാവമായിരിക്കില്ലേ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഇവൻ മാത്രം ഒരു വൃത്തിയില്ലാതെ ഇങ്ങനെ മിനുങ്ങിയിരിക്കുന്നില്ലേ. ആ സാരമില്ല, നമ്മളപ്പം എല്ലായിടത്തും ഞാനിങ്ങനെ ഒരു ഹോള് പോലെ ഇങ്ങനെ വെച്ചിട്ടാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഫിറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ അവൻ ഇരിക്കത്തില്ല അതിൻ്റെ ക്ലേ ഒന്നും. അപ്പം നമ്മുടെ ചെവിയൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുവാണ് അവനവിടെ ഇരിക്കട്ടെ. അവൻ്റെ ചെവി ഇങ്ങനെ ഒരു കുഞ്ഞനായിട്ടാണ് കേട്ടോ, ഒത്തിരി വലിയ ചെവിയല്ല കേട്ടോ.
അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഈ ഡോളിനൊക്കെ സംഭവിച്ചത്. പക്ഷേ ഇവൻ ഇത്ര ഫേമസ് ആയത് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ വിചാരിച്ചോളൂ. ഇവനെ കണ്ട ഒരു രസം. സാധാരണ കൊച്ചു പിള്ളേർക്കൊക്കെ വലിയ ഇപ്പോഴത്താണ് അത് മീഷോയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, വില കുറവ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ടൈപ്പാണെന്ന് എനിക്കൊന്ന്, റിയൽ ലബൂബു ആണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്ര വിലക്കുറവിൽ ലബൂബു സാധാരണ കിട്ടാനില്ല. അപ്പോൾ ആ വെളിയിലുള്ള ആൾക്കാർ കാണിക്കുന്നതിന് അത്ര ഭംഗിയില്ല ഈ മീഷോയിൽ കിട്ടുന്നത്. പക്ഷേ ഞാനും ഒരെണ്ണം മേടിക്കുന്നത് വെച്ചു. പിന്നെ ഞാൻ വെച്ചാൽ എന്തിനാണ് മേടിക്കുന്നത്, നമ്മളുണ്ടാക്കുമല്ലേ, വീട്ടിലാർക്കും ഇങ്ങനത്തെ ഈ ടൈപ്പിലെ പാവയോട് അത്ര വലിയ കാര്യമില്ല. പിന്നെ ലബൂബു ഒരു ഭാഗ്യക്കേടാണെന്ന് എല്ലാവരും പറയുന്നത്, ശാപം പിടിച്ചവനാണെന്ന് പറഞ്ഞത്. അവനെവിടെ പോയാലും നമ്മളെ പിന്തുടർന്ന് പറഞ്ഞത്. അതുപോലെ ഇവൻ പിന്തുടർന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവനെ വേണ്ടാന്ന് വെച്ചപ്പോൾ അവൻ എന്നെ മുന്നിൽ വന്ന് നിങ്ങളെ കൊണ്ട് വരെ പറയിപ്പിച്ച് അങ്ങനെ ഞാൻ ഉണ്ടാക്കുക. അപ്പോൾ സൈഡ് വ്യൂ ഒക്കെ ഇങ്ങനെയാണ് അവൻ്റെ. അപ്പോൾ അവനവിടെ ഇരിക്കുകയാണ്. ഇരുന്നിരുന്ന് അവനെ ഇനി ഉണക്കാൻ വെക്കണം. അപ്പം ഉണക്കാൻ വേണ്ടി ഞാൻ ആദ്യം അകത്ത് വെച്ചപ്പോഴത്തേനെ ഉണങ്ങുന്നില്ലായിരുന്നേ. പിന്നെ ഞാൻ വെളിയിൽ വെച്ചും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, ഇത് ഞങ്ങളുടെ പുറവശ ഭാഗമാണ്. വാഷിംഗ് മെഷീൻ്റെ മണ്ടയിൽ ഇരുന്ന് അവനെ ഉണങ്ങുവാൻ കേട്ടോ. ഉണങ്ങി കഴിഞ്ഞ് പിന്നെ ഞാൻ പെട്ടെന്ന് നോക്കി മഴ വരുന്നു, പിന്നെ പൊക്കിയെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ ശേഷമുള്ള രൂപമാണ് ഇവൻ്റെ ഇത്. ഇനി നമുക്ക് വേണ്ടത് ഇവനെ കളർ അടിക്കാമെന്നുള്ളത്. ഞാൻ വെച്ച് ആദ്യം ബ്ലൂ അടിക്കണമെന്ന്, പിന്നെ ഞാൻ വെച്ച് ബ്ലൂ വേണ്ട, പിങ്ക് ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ പിങ്ക് എക്സാക്ട് പിങ്ക് എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ പിങ്ക് കുറവായതുകൊണ്ട് ഒരു എന്താ പറയേണ്ടത്, ഒരു പീച്ച് ടൈപ്പ് ഒരു പിങ്കാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഈ ഫറിൻ്റെ മുകളിൽ പിങ്ക് അടിക്കുമ്പോഴത്തേന് ഇച്ചിരി ഹോള് പോലെ കാണും. ഞാനിങ്ങനെ കുത്തിയാണ് അതിനൊക്കെ, അതായത് ഇച്ചിരി ഹോളിനകത്തൂടും കൂടെ വീണോട്ടെന്ന് വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സത്യത്തിൽ ആദ്യം വൈറ്റ് അടിക്കേണ്ടതാണെന്ന് പിന്നെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ദേഹവും തലയും എവിടെയൊക്കെ നമ്മൾ കുത്തിട്ട് അവിടെയൊക്കെയാണ് നമ്മൾ കളർ അടിക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലൂ ഒക്കെ കളർ അടിക്കാം കേട്ടോ. അപ്പോൾ അവനെ അടിച്ചടിച്ച് അവനെ മിനുസപ്പെടുത്തി കൊടുക്കുകയാണ്. മിനുസപ്പെടുത്തണ്ട കേട്ടോ, അവൻ്റെ ആ ഫർ പോലത്തെ കാണുകയും ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് വേറൊരു കളർ അടിക്കേണ്ടതാണെന്ന്. കാരണം ആ ഒരു എക്സൈറ്റ് പിങ്ക് ആയോന്ന് എനിക്കറിയത്തില്ല. ഏകദേശം അവൻ്റെ ഇനി കളർ ഉണക്കാൻ വെച്ചു. ഇനി അടുത്ത അവൻ്റെ ഫേസിൻ്റെ പരിപാടിയാണ്. ഈ ഫേസിൻ്റെ പരിപാടിയും ആദ്യം സ്കിൻ കളറാണ് ഞാൻ ഒടിച്ചത്. സ്കിൻ കളർ എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇച്ചിരി നമ്മുടെ വെള്ളയും മഞ്ഞയും ചുമലയും ഒക്കെ ഇച്ചിരി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ സ്കിൻ കളർ. എക്സാക്റ്റ് സ്കിൻ കളർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഏകദേശം സ്കിൻ കളർ ആയില്ലേ, കുഴപ്പമില്ലല്ലോ. ഇച്ചിരി ആയിട്ട് നമ്മളിത് ഈ കളർ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ശകലമായിട്ട് വെള്ളയും ശകലം മഞ്ഞയും ശകലം ചുമപ്പും കൂടി മിക്സ് ചെയ്തപ്പോഴത്തേന് ഏകദേശം ഒരു കളർ കിട്ടി കേട്ടോ. അപ്പോൾ സ്കിൻ കളർ പോലെ തോന്നുന്നില്ല, കുഴപ്പമില്ല. ഇനി അവൻ്റെ ഉണ്ടക്കണ്ണാണ് അവൻ്റെ ഉണ്ടക്കണ്ണിന് നമ്മൾ ആദ്യം വൈറ്റ് അടിച്ചു, പിന്നെ അതിനകത്ത് നമുക്ക് ബ്ലാക്ക് അടിക്കാനുള്ളതാണ്. പിന്നെ അവന് വേണ്ടത് അവൻ്റെ ഏറ്റവും മെയിൻ അട്രാക്ഷനായ അവൻ്റെ പല്ലാണ്. അപ്പോൾ ആ പല്ല് നമ്മൾ ആദ്യം ഒരു ചെറിയ ബ്ലാക്ക് ലൈൻ അടിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ ലബൂബിനെ റെഡിയാക്കാൻ വേണ്ടി അവൻ്റെ പല്ലും ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർ യു റെഡി ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ ലബൂബ് കുട്ടൻ. കുട്ടൻ എന്ന് വിളിച്ചേക്കാം, പാവം അവൻ വിഷമിക്കും. അവൻ്റെ കാലിച്ചിരി ചെളിഞ്ഞ പോലെ ഇരിക്കുന്നു, എന്നാലും സാരമില്ല, കുഴപ്പമില്ല. അപ്പം നമ്മുടെ എലിക്കിൻ്റെ കൂട്ടായിട്ടിരിക്കുന്ന എലിക്ക് ചോദിക്കുന്നു ആരാണ്. ഞാനാടാ, ഹലോ ഞാനാണ് പുതിയ കൂട്ടുകാരൻ. അവർ തമ്മിൽ വർത്താനം പറയും കേട്ടോ. അവൻ പറയണം ഹായ് എന്നൊക്കെ എലിക്ക് പറയാമായിരുന്നു കൂട്ടും. അപ്പോൾ എങ്ങനെയുണ്ട്, ലബൂബിന് ഇഷ്ടമായെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഫുൾ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണേ, മറക്കല്ലേ.